RIP ലെജൻഡ് ശ്രീനിവാസൻ. മലയാള സിനിമയില് ദ ലെജൻഡറി ഓൾറൗണ്ടർ. ഇദ്ദേഹത്തിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല, സ്വന്തം മക്കൾക്ക് പോലും പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ശ്രീനിവാസന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം എഴുതിയ സിനിമകൾ ഇപ്പോഴും 20 കൊല്ലം മുമ്പ് എഴുതിയ സിനിമകളാണെങ്കിൽ പോലും 20 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും റിലവന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് അത്രയും ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ്. അതാണ് അയാളുടെ എഴുത്തിന്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. സോ മലയാള സിനിമയുടെ വലിയൊരു നഷ്ടം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വിടവാങ്ങല്. 69 വയസ്സായിരുന്നു. കുറച്ച് നാളായിട്ട് വയ്യായിരുന്നു, നിങ്ങൾ കാണുന്നതാണല്ലോ. സംസാരിക്കാനൊന്നും നല്ല രീതിയിൽ പറ്റില്ല. എന്നാൽ പോലും ആ ഒരു അവസ്ഥയിലും അദ്ദേഹം തന്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് ഭയങ്കര കോമഡി ആക്കി പല കാര്യങ്ങളും സംസാരിക്കാൻ ആ ഒരു വയ്യാതിരിക്കുന്ന അവസ്ഥയിലും പുള്ളി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കണ്ടതിൽ ഏറ്റവും വലിയൊരു വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഡിസംബർ 20 ധ്യാൻ ശ്രീനിവാസന്റെ ബർത്ത്ഡേ ആണ്. 1988 ഡിസംബർ 20 പുള്ളി ജനിച്ചത്. സെയിം ഡേ തന്നെ അച്ഛൻ മരിച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ബർത്ത്ഡേ എന്നൊക്കെ പറയും. പുള്ളിയെ സംബന്ധിച്ച് ആ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു ദിവസമാണ് ഇനി മുതൽ അങ്ങോട്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല. പുള്ളിക്കാരൻ നമ്മളിലോട്ട് തന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ട് പോയ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല, ഒരു കമന്റ്സും ഇല്ല. അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ മേളിൽ കയറി ഒരാൾക്ക് പറയാൻ പറ്റില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ശ്രീനിവാസൻ ഒരു വേദിയിൽ തന്റെ കല്യാണത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ നോക്കാം. നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയം ഉണ്ടായി. ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടല്ലോ പ്രണയിക്കുന്നത്, പ്രണയിച്ചു പോവുകയാണല്ലോ. ആ സമയത്ത് ഇന്നസെന്റ് പുള്ളി എൻ്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇത് എവിടുന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിന്റെ വള, ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാ, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിന്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിന്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് ഭാഷ്യം വെച്ചു. ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി, രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ റേസ് ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു. രജിസ്റ്റർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്, ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ സ്വർണത്താലി. എന്ത് മതം, ആരുടെ മതം, എവിടെയുള്ള മതം, ഒന്നിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കണം. അതാണ് ശ്രീനിവാസൻ. പുള്ളിക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പക്ഷെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും കമ്മ്യൂണിസ്റ്റുകാരെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിനെ സിനിമയ്ക്കകത്തും സിനിമയ്ക്ക് പുറത്തും ഇത്രയും അധികം വിമർശിച്ച വേറൊരു നടനുണ്ടോന്ന്, അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് വലിച്ചു കീറിയ ഒരു നടനുണ്ടോന്ന് സംശയമാണ്. എക്സാമ്പിൾ സന്ദേശ്. ഇന്നും ആ സിനിമ റിലവന്റ് ആണ്. ഇന്നും ഒരു ഇലക്ഷൻ വരുമ്പോൾ ആ സിനിമ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. 1991 ഇറങ്ങിയ പടമാണ്. ഇപ്പൊ എത്ര വർഷമായി ആലോചിച്ചു, 10-34 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ സിനിമ അതിന്റെ ഫ്രഷ്നെസ് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. പുള്ളിയുടെ പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിലവിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പുള്ളിയുടെ ആ ഒരു തോട്ട് പ്രോസസ്. അത്രയും ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരക്കഥ എഴുതുന്നത്. ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്, പുള്ളി പറയുന്നത്, എന്റെ തിരക്കഥയാവുന്ന കുഴിയിലോട്ട് എന്നെ തള്ളിയിടുന്നത് എന്നാണ് പുള്ളി അതിനെ വിശേഷിപ്പിച്ചത്. തള്ളിയിട്ടത് പ്രിയദർശൻ എന്നാണ്. അതിനെപ്പറ്റി ഒരു വേദിയിൽ പറയുന്നുണ്ട്, ഞാൻ അതോടൊന്ന് വെക്കാം. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഷൂട്ടിങ്ങിന്റെ തലേന്നാണ്, എന്താണ് പ്രിയ എന്റെ റോളൊക്കെ പിന്നെ പറയാം, അഭിനയിക്കാൻ വന്നാണല്ലേ? ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ നാളെ തുടങ്ങാണെന്ന് പറഞ്ഞ് വന്നതാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒരു സാധനം ഇല്ല. ഞാൻ ചോദിച്ചാൽ എന്താണ്? തിരക്കഥ. അപ്പൊ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല, താൻ എഴുതുകയാണെങ്കിൽ താൻ അഭിനയിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതാൻ അറിയില്ല. എന്നാ പിന്നെ വന്ന വഴിയെ പോയിക്കോന്ന് പറഞ്ഞു. വന്ന വഴി പോകാൻ എനിക്ക് അറിയാം, പക്ഷെ ആ വഴി പോയിട്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്ന നടുക്കടലിലേക്ക് തള്ളിയിട്ട് എന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വിദഗ്ധനാണ്. പിന്നെ നടന്നത് ചരിത്രം. ഒരു കൊട്ട തിരക്കഥകൾ, അതും സൂപ്പർ ഹിറ്റ്. ഒരു വർഷം കൊണ്ട് തന്നെ പുള്ളി 10-ലധികം തിരക്കഥകളൊക്കെ എഴുതിയിട്ട്, ഒരു വർഷം കൊണ്ട് അതെല്ലാം ഹിറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലെജൻഡറി മനുഷ്യനെ പറ്റത്തുള്ളൂ. ഒരു വർഷം കൊണ്ട്. ഞാൻ അതിനെപ്പറ്റി വിനീത് ശ്രീനിവാസൻ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അത് കാണിക്കാതെ. ആ വർഷം
86 ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ഒരു കഥ വരുന്നു ഉണക്കഥ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, തിബി കലവെല്ലാം. ഒറ്റ വർഷം 1, 2, 3, 4, 5, 6, 9 പടം, 10 പടം. എല്ലാം സ്ക്രിപ്റ്റും ഉണ്ടല്ലോ ഇല്ലേ? 86 10 പടം എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഒരെണ്ണം വെച്ച് 10 മാസം 12 മാസം. അപ്പൊ ഇത് ഇറങ്ങുക എഴുതുക അങ്ങനെയായിരുന്നു. പുള്ളി തിരക്കഥ മെഷീനാണ്, മനസ്സിലായ? അദ്ദേഹത്തിന്റെ തിരക്കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രിയദർശനാണ് തിരക്കഥ എഴുതിപ്പിച്ചതെന്ന്. അന്ന് ആദ്യം എഴുതിയ തിരക്കഥ എഴുതിയ സിനിമയെന്നറിയോ ഇത്? ഓടരുതമ്മാവ ആളറിയാം. ആദ്യമായിട്ട് എഴുതുന്ന സാധനമാണ്. ഇമാതിരി ഐറ്റംസ് ഒക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ശ്രീനിവാസന്റെ തിരക്കഥയെ പറ്റി ജഗദീഷ് ഒരു കാര്യം പറയുന്നു. പുള്ളി ആ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മനുഷ്യന്റെ ലെവൽ എന്താണെന്ന്. ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം, അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. 1 ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതില് ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വെക്കുക. അതില് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനില് പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വെക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകൾ ഉണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. ശ്രീനിവാസന്റെ കഴിവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തെ പോലെ അതുല്യ പ്രതിഭ ഇനി ഉണ്ടാവുമെന്നൊരു സംശയമാണ്. അതുപോലെ തന്നെ കഥ പറയുമ്പോൾ സിനിമ അറിയാലോ, മമ്മൂട്ടിയും ബാർബറും ബാലന്റെ കഥ. ആ ഒരു സിനിമയെ പറ്റി ധ്യാൻ ശ്രീനിവാസന്റെ ഒരു അനുഭവം ധ്യാൻ പറയുന്നുണ്ട്. അതോടൊന്ന് വെക്കാം. കഥ പറയുമ്പോൾ എന്നൊരു സിനിമ കഴിഞ്ഞ് അതിന്റെ ഒരു ഫസ്റ്റ് കട്ട് ഡബ് കട്ട് ആയതിനു ശേഷം CD-ലാക്കിയിട്ട് വീട്ടിൽ വന്നു, സിനിമ കണ്ടു. ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ സിനിമ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഈ സിനിമ ഓടില്ല, ഇത് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ ഓടില്ല. അന്ന് പുള്ളി എന്നോട് പറഞ്ഞു, ഈ സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതാണ് ഇയാളീ പറയണേ. മാസങ്ങൾ കഴിയുന്നു, December 20 സിനിമ റിലീസാവുന്നു. എന്റെ കൂട്ടുകാരെയും കൂട്ടി ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു. ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമ 2 തവണ ഞാൻ വീട്ടിലിരുന്ന് കണ്ട ഞാൻ തിയേറ്ററിലിരുന്ന് കരഞ്ഞു. ആ സിനിമയുടെ അവസാനം ഞാൻ തിയേറ്ററിൽ എല്ലാവരും ഞാൻ കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ അച്ഛൻ ഇരിക്കുന്നു പറഞ്ഞു, സിനിമ കണ്ടോ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടു. ഓടുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓടും. എന്നോട് പറഞ്ഞു, ഈ സിനിമയിൽ ഞാൻ ഒരു സീനെ മര്യാദയ്ക്ക് എഴുതിയിട്ടുള്ളൂ, അതിന്റെ അവസാനത്തെ സീന്. അതിന്റെ പുറകിലോട്ട് എന്ത് എഴുതിയാലും ഒരു കുഴപ്പമില്ല. കാരണം ഒറ്റ സീനിൽ മമ്മൂക്ക വന്നിട്ട് ഡയലോഗ് പറഞ്ഞതോടുകൂടി സിനിമയുടെ ഗ്രാഫ് തന്നെ മാറി. അങ്ങനെ എത്രയോ മാജിക്കുകൾ കാണിച്ച മനുഷ്യനാണ്. ഇദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എന്റെ മൈൻഡിലോട്ട് ആദ്യം എത്തുന്ന പടങ്ങള് സന്ദേശം, പിന്നെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച കുറെ പടം. എടാ ദാസ, എന്താ വിജയ, ആ ഒരു വിളിയും ആ ഒരു സിനിമയൊക്കെ ഇനി എത്ര വർഷം കഴിഞ്ഞാലും വിട്ടുപോകില്ല. ഈ സിനിമയ്ക്ക് അകത്തും സിനിമയ്ക്ക് പുറത്തും മനുഷ്യനായിട്ട് നിന്നൊരു മനുഷ്യനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ പേരല്ലാതെ വേറൊരു വ്യക്തിയുടെ പേര് പറയാൻ എനിക്ക് അറിയില്ല. പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വെട്ടി തുറന്ന കാര്യങ്ങളങ്ങ് പറയും. ഒരു കപടതയില്ലാതെ മുഖം നോക്കാതെ സംസാരിക്കും. അതിന്റെ പേരിൽ ലാലേട്ടനുമായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു വേദിയിൽ വെച്ചിട്ട് ലാലേട്ടൻ ശ്രീനിവാസന് ഉമ്മ കൊടുക്കുന്ന ഒരു മുത്തം കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആണ്. ശ്രീനിവാസനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേക്കാളൊക്കെ ഉപരി ഞങ്ങൾ ഈ ഫംഗ്ഷനിലേക്ക്, അമ്മയുടെ ഈ ഫംഗ്ഷനിലേക്ക്, അമ്മയുടെ ഉദ്ദേശശുദ്ധി അറിഞ്ഞുകൊണ്ട് ഈ ഫംഗ്ഷനിലേക്ക് വിളിച്ചപ്പോൾ ഒരുപാട് പേര് ഈ ഫംഗ്ഷന് വരാൻ പറ്റില്ല. അവർ പലവിധ അസൗകര്യങ്ങളാണ്. പക്ഷെ എന്തൊക്കെ അസൗകര്യങ്ങളും മാറ്റിവെച്ചിട്ടും ഇത്രയും ആരോഗ്യത്തോടെ, ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും ബഹുമാനത്തോടെ കയറി വന്ന ശ്രീനിവാസന് 1000 നന്ദി. എടാ വിജയ, എന്താടാ ദാസ, സീരിയസിൽ കാണുമ്പോ നമുക്ക് ആ ഒരു കോംബോ ഇനി ഇല്ല, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല നമുക്ക് ഈ 90s കിഡ്സിനൊക്കെ മനസ്സിലാവും അതിന്റെ ഒരു സംഭവം. ഞാനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിയ പടങ്ങളായിരിക്കും മേ ബി ഇതൊക്കെ. ശ്രീനിവാസന്റെ തിരക്കഥയിലുള്ള ഒരുപാട് പടങ്ങൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മൾ TV-യിലൂടെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് വളർന്നു വന്ന പടങ്ങളാണ് ഇതൊക്കെ. ആ മനുഷ്യനെ കവച്ചു വെക്കാൻ സ്വന്തം മക്കൾക്ക് പോലും പറ്റില്ല എന്നുള്ളതാണ്. ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, ശ്രീനിവാസന് പകരം മിനി ശ്രീനിവാസൻ, ഓക്കെ, പുള്ളി അദ്ദേഹത്തിനേക്കാളും മുകളിലൂടെ വരുമെന്ന് ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചു. പക്ഷേ നമുക്ക് മനസ്സിലായി, കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ മനുഷ്യൻ മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് സ്വന്തം മക്കൾക്ക് പോലും തകർക്കാൻ പറ്റത്തില്ല. അതാണ്, അതിന് ആര് വന്നാലും അതിനി അങ്ങനെ തന്നെ. കാര്യം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച ഒരു പ്രതിഭ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അഭിനയിക്കുകയും തിരക്കഥ എഴുതുന്ന ഒക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സിനിമകളിൽ ഉണ്ട്. പക്ഷെ ശ്രീനിവാസന്റെ ലെവലിനോട് കടപിടിക്കാൻ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നു. മേ ബി ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ലാലേട്ടന്റെ മൈൻഡിലോട്ട് വന്നപ്പോഴായിരിക്കും. അതുകൊണ്ടായിരിക്കണം ലാലേട്ടൻ അവിടെ ഇരുന്നിട്ട് പുള്ളിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എടാ വിജയ, എന്താടാ ദാസ.
എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനത്തെ ആ ഒരു ആത്മയുടെ പ്രോഗ്രാമിന്റെ ആ ഒരു വേദിയിൽ വെച്ച് കൊടുത്ത ആ ഒരു ഉമ്മയിൽ തീർന്നതല്ല, അവിടെ വെച്ച് തീർന്ന്. ഇവർ തന്നൊരു കോംബോ അത് മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്, എന്താ പറയേണ്ടത് എനിക്കറിയില്ല, കാര്യം ഞാനത് പ്ലാൻ ചെയ്ത വീഡിയോ ഒന്നുമല്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, എനിക്ക്